Hi everyone, welcome to today's class. 2025 ആദ്യത്തെ എക്സാം ആവാറായി. അതായത് ഫസ്റ്റ് ടെർമിനൽ എക്സാം അല്ലെങ്കിൽ ഓണപരീക്ഷ. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്നതിലെ ഒരു എക്സാം സീരീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA അതുപോലെ RNA ഈ രണ്ട് ടോപ്പിക്സിലും വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചില കുട്ടികൾക്ക് അവർ കണ്ടന്റ് ഒക്കെ നന്നായി പഠിക്കും, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന് എന്താണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഈ രണ്ട് ടോപ്പിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കണ്ടന്റ് മനസ്സിലാക്കി കോൺസെപ്റ്റ്സ് എഴുതിയെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA, its location, structure, structural units or constituents, function. അതേപോലെ തന്നെ RNA, its constituents, and finally differences between DNA and RNA. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് DNA. DNA, RNA രണ്ട് ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. DNA stands for deoxyribonucleic acid. എല്ലാ ഹയർ ഓർഗാനിസത്തിലെയും മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആണ് DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ്. DNA കൂടാതെ തന്നെ സെൽസിൽ കാണാവുന്ന രണ്ടാമത്തെ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA എന്ന് പറയുന്നത് റൈബോന്യൂക്ലിക് ആസിഡ്. DNA നോർമലി ഹയർ ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എവിടെയാണ് DNA നമ്മുടെ ബോഡിയിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെല്ലിൽ കാണുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് DNA നമുക്ക് കാണാൻ കഴിയുക. RNA ആണെങ്കിലോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ന്യൂക്ലിയസ് ആസ് വെൽ ആസ് ഇൻ ദി സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലും ഒരേപോലെ നമുക്ക് RNA കാണാൻ പറ്റും. എന്താണ് DNAയുടെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് സ്റ്റോറിംഗ് ദ ജനറ്റിക് ഇൻഫർമേഷൻ as well as transferring it into RNA. നമ്മുടെ ബോഡിയിലെ എല്ലാ ഇൻഫർമേഷൻസും മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഡെവലപ്മെന്റ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറാണ് DNA. അതുകൊണ്ട് തന്നെ DNA can be considered as the blueprint of life. ബ്ലൂപ്രിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോളിക്യൂൾ ആണ് DNA. RNA എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലും ന്യൂക്ലിയസിലും ഒരുപോലെ കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. RNAയുടെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം DNA ടു പ്രോട്ടീൻസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഓരോ ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ്. DNAക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയേഴ്സ് ദ ഹെൽപ്പ് ഫ്രം RNA. RNAയിലൂടെയാണ് DNAയിൽ നിന്നുള്ള മെസ്സേജസ് പ്രോട്ടീൻസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് പറയാം RNA ആക്ട്സ് ആസ് എ മെസ്സഞ്ചർ ബിറ്റ്വീൻ DNA ആൻഡ് പ്രോട്ടീൻസ്. രണ്ട് ന്യൂക്ലിക് ആസിഡ്സിന്റെയും എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. DNA stands for deoxyribonucleic acid. RNA stands for ribonucleic acid. ഇനി നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് DNA. DNA എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ദ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് DNA ആർ കോൾഡ് ന്യൂക്ലിയോടൈഡ്സ്. DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സിന്റെ ഒരു പോളിമർ ആണെന്ന് പറയാം, ഓർ ഇറ്റ് ഇസ് എ പോളിന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂവൻസ് വരും? ദർ ഇസ് എ നൈട്രജൻ ബേസ്, ഷുഗർ മോളിക്യൂൾ ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നൈട്രജൻ ബേസസ് 4 തരത്തിലാണ് ന്യൂക്ലിക് ആസിഡ്സിൽ കാണുന്നത്: അഡനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. RNAയിലാണെങ്കിൽ തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന ബേസ് കാണാൻ കഴിയും. ഷുഗർ എന്ന് പറയുന്നതും RNAയിലും DNAയിലും ഡിഫറെന്റ് ആണ്. ഇൻ DNA the sugar is deoxyribose. In RNA it is ribose. പെന്റോ ഷുഗർ ആണ് രണ്ടും. ഡിയോക്സിറൈബോസും റൈബോസും പെന്റോ ഷുഗർ ആണ്. 5 കാർബൺസ് ഉള്ള ഷുഗർ ആണ്. ഇനി
DNA മാത്രം കാണപ്പെടുന്നതും RNA കാണപ്പെടാത്തതുമായിട്ടുള്ള നൈട്രജൻ ബേസ് ചോദിച്ചാൽ എന്തെഴുതും? ഇറ്റ് ഇസ് തൈമിൻ. തിരിച്ച് RNA മാത്രം കാണുന്നതും DNA കാണപ്പെടാത്തതുമായിട്ടുള്ള നൈട്രജൻ ബേസ് ചോദിച്ചാൽ യുറാസിൽ എന്ന് എഴുതുക. ഇനി നമ്മൾ നോക്കുന്നത് DNA സ്ട്രക്ചർ ആണ്. നമുക്ക് ഈ പിക്ചറിൽ കാണാം, ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് DNA കാണപ്പെടുന്നത്. DNA സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത രണ്ട് സയന്റിസ്റ്റ് ആണ് വാട്സൺ ആൻഡ് ക്രിക്ക്. അവർ നമ്മുടെ DNAക്ക് കൊടുത്ത പേരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ. ഒരു ഡബിൾ ഹെലിക്സ് ആയിട്ടാണ് DNA കാണുന്നത്. സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ അതേ സ്ട്രക്ചറിലായിട്ടാണ് DNA കാണുന്നത്. സ്റ്റെയർ കേസിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് കയറുന്ന ആ പാർട്ട്, ദാറ്റ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദ DNA. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബാക്ക് ബോൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ബ്ലൂയിഷ് കളറിൽ കാണുന്നതാണ് ഷുഗർ, യെലോയിഷ് കളറിൽ കാണുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് DNA രണ്ട് സ്ട്രാൻഡ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് ആണ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് പെയേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗ്വാനിൻ, സൈറ്റോസിൻ പെയർ ഫോം ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ യു ക്യാൻ സീ 3 ഹൈഡ്രജൻ ബോൺസ്. അതേപോലെ അഡനിൻ ആൻഡ് തൈമിൻ രണ്ടിനും ഇടയിലായിട്ട് 2 ഹൈഡ്രജൻ ബോൺസ് നിങ്ങൾക്ക് കാണാം. ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റും, റങ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ദ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് പെയേർഡ് നൈട്രജൻ ബേസും. ഇങ്ങനെയാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിലെ നൈട്രജൻ ബേസിന്റെ പെയറിംഗ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ ബൈ മീൻസ് ഓഫ് 3 ഹൈഡ്രജൻ ബോൺസ്. അഡനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ബൈ മീൻസ് ഓഫ് 2 ഹൈഡ്രജൻ ബോൺസ്. ഇത് ഒരിക്കലും മാറി പെയറിംഗ് നടക്കില്ല. ഗ്വാനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ സൈറ്റോസിൻ ആയിരിക്കും, അഡനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ തൈമിൻ ആയിരിക്കും. അതേപോലെ നൈട്രജൻ ബേസിന് ഇടയിലുള്ള ഹൈഡ്രജൻ ബോൺസിന്റെ നമ്പറും ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ വരച്ച് ലേബൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗർ, അതുപോലെ തന്നെ നൈട്രജൻ ബേസസ്, നൈട്രജൻ ബേസസിലെ ഇടയിൽ വരുന്ന ഹൈഡ്രജൻ ബോൺസിന്റെ നമ്പർ, കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് ഏത് നൈട്രജൻ ബേസ് ആയിരിക്കും. അതായത് ഒരു സ്ട്രാൻഡില് അഡനിൻ തന്നാൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡില് ഏത് ബേസ് വരും, സൈറ്റോസിൻ തന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഏത് ബേസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചർ നല്ല പോലെ നോക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ടെക്സ്റ്റിലെ എല്ലാ പിക്ചേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാനും ലേബൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പിക്ചേഴ്സ് കൂടെ നോക്കി പോകണം. ഇനി ഈ കാണുന്ന പിക്ചറാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് DNA സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ ബ്ലൂയിഷ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ, യെല്ലോയിഷ് കളറിൽ കാണുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ദെൻ ഒരു നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസും ഡിയോക്സി റൈബോസ് ഷുഗറും അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതുപോലെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ജോയിൻ ചെയ്താണ് ഒരു DNA ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ DNA പോളി ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെങ്കിൽ പോളിമർ ആണെന്ന് പറയുന്നത്. DNA സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് DNA ബേസ് പെയറിംഗ്. എന്തിനാണ് ബേസസ് പെയർഡ് ആയിട്ട് കാണുന്നത്? നമുക്കറിയാം, ഹയർ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എല്ലാം തന്നെ കാണപ്പെടുന്ന മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആണ് DNA എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? DNA ഈസ് ഹൈലി സ്റ്റേബിൾ. DNAക്ക് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെയർഡ് നൈട്രജൻ ബേസസ് ആണ്. നൈട്രജൻ ബേസസിന് ഇടയിൽ കാണുന്ന ഹൈഡ്രജൻ ബോൺസ് ആണ് DNA സ്റ്റേബിൾ ആക്കുന്നത്. ഇനി ഈ ബേസ് പെയറിങ്ങിന് റൂൾ ഉണ്ട്. എന്താണ് റൂൾ എന്ന് പറയുന്നത്? Adenine always pair with thymine by means of 2 hydrogen bonds and guanine always pair with cytosine by 3 hydrogen bonds. ഇതാണ് DNA യിൽ നടക്കുന്ന ബേസ് പെയറിങ്ങിന്റെ റൂൾ എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ? അഡനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോൺസും സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോൺസുമായിട്ടായിരിക്കും പെയറിംഗ് വരുന്നത്. ഇതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബേസ് പെയറിംഗ് റൂൾ. ഇനി DNA-യുടെ സ്ട്രക്ചറും ബേസ് പെയറിംഗും മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. If a DNA strand has 30% adenine, how much thymine will it have? ഒരു DNA സ്ട്രാൻഡിലെ അഡനിന്റെ അളവെന്ന് പറയുന്നത് 30% ആണ്. അങ്ങനെയെങ്കിൽ തൈമിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ബേസ് പെയറിംഗ് റൂള് ആലോചിക്കുക. അഡനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ. അപ്പോൾ എത്ര അഡനിൻ മോളിക്യൂൾസ് ഉണ്ടോ അത്രയും തന്നെ തൈമിനും ഉണ്ടായിരിക്കും. അഡനിന്റെ പെർസെന്റേജ് 30 ആണെങ്കിൽ ഡെഫിനറ്റ്ലി തൈമിന്റെ പെർസെന്റേജും 30 ആയിരിക്കും. അപ്പൊ ആൻസർ എത്രയാണ്? 30%. അതേപോലെ തന്നെ ഈ പ്രോബ്ലം what will be the percentage of guanine and cytosine in that case? അതായത് നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അതായത് അഡനിൻ ആൻഡ് തൈമിൻ ഇവിടെ എത്രയാണ് കിട്ടിയത്? 30%. ഇതേ കേസിൽ തന്നെ സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ എത്രയായിരിക്കും, എത്ര പെർസെന്റേജ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അഡനിൻ 30% ആണെങ്കിൽ തൈമിനും 30% ആയിരിക്കും. അപ്പോ A plus T, അഡനിൻ പ്ലസ് തൈമിൻ എത്രയായിരിക്കും? 30 plus 30 60%. ഓക്കെ, ഇനി ബാക്കി വരുന്ന 40% മാത്രമായിരിക്കും ഗ്വാനിനും സൈറ്റോസിനും കൂടെ ചേർന്ന് കിട്ടുന്നത്, അല്ലെ? 60 മൈനസ് 100 മൈനസ് 60, അങ്ങനെയാണ് 40 കിട്ടുന്നത്. ആ 40യിൽ തന്നെ പകുതി ഗ്വാനിൻ ആയിരിക്കും, പകുതി സൈറ്റോസിൻ ആയിരിക്കും. അപ്പൊ എത്രയായിരിക്കും പെർസെന്റേജ് ഓഫ് ഗ്വാനിൻ എന്ന് പറയുന്നത്? 40 divided by 2, അതായത് 20%. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ നമ്പർ തന്നാൽ നമുക്ക് അടുത്ത നൈട്രജൻ ബേസിന്റെ നമ്പറോ അല്ലെങ്കിൽ പെർസെന്റേജോ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോംപ്ലിമെന്ററി റൂള് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി DNA എവിടെയാണ് ഒരു സെല്ലിൽ കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് നോർമലി കാണുന്നത്. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഇതുപോലുള്ള സെൽ ഓർഗനൽസിൽ നമുക്ക് DNA കാണാൻ കഴിയും. RNA ആണെങ്കിലോ RNA is located within the nucleus as well as in the cytoplasm. ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലും നമുക്ക് RNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പൊ രണ്ടിന്റെയും ഫംഗ്ഷൻ, DNA-യുടെയും RNA-യുടെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. DNA എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ദ ലൈഫ് ആണെന്ന് പഠിച്ചു. അതേപോലെ RNA എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ടിങ് ആസ് എ മെസ്സഞ്ചർ ബിറ്റ്വീൻ DNA ആൻഡ് പ്രോട്ടീൻ എന്നും പഠിച്ചു. പ്രോട്ടീൻ സിന്തസിസ് ആണ് RNA-യുടെ ഫംഗ്ഷൻ. DNA കുറിച്ചും RNA കുറിച്ചുമുള്ള ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി DNA ആൻഡ് RNA തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഈ ടേബിളിൽ എല്ലാ തരത്തിലുള്ള ഡിഫറൻസസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതിന്റെ ബേസിലാണ് RNA ആൻഡ് DNA ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നോക്കി ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം. DNA സ്റ്റാൻഡ്സ് ഫോർ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, RNA സ്റ്റാൻഡ്സ് ഫോർ റൈബോന്യൂക്ലിക് ആസിഡ്. ഷുഗറിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? DNA കണ്ടെയ്ൻസ് ദ ഷുഗർ ഡിയോക്സി റൈബോസ്, RNA ഹാസ് റൈബോസ്. നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസസ് ആണ് അഡനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിലാണെങ്കിൽ തൈമിന് പകരം യുറാസിൽ കാണും. ബാക്കി 3 നൈട്രജൻ ബേസസും സെയിം ആണ്. RNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ചോദിച്ചാൽ യുറാസിൽ എന്ന് എഴുതുക. DNA-യിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ചോദിച്ചാൽ തൈമിൻ എന്ന് എഴുതുക. ഇനി സ്ട്രക്ചർ എങ്ങനെയാണ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? DNA is double stranded but RNA is single stranded. RNA-ക്ക് ഒരു സ്ട്രാൻഡ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ DNA-ക്ക് നമുക്ക് 2 സ്ട്രാൻഡ്സ് കാണാൻ കഴിയും. ലൊക്കേഷൻ, DNA is located within the nucleus. RNA can be located inside the nucleus as well as in the cytoplasm. DNA-യിലും RNA-യിലും നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു ഡിഫറൻസ് ആണ് അതിന്റെ ലൊക്കേഷൻ. ന്യൂക്ലിയസിലാണ് നോർമലി DNA കാണുന്നതെങ്കിൽ RNA നമുക്ക് ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലും ഒരേപോലെ കാണാൻ കഴിയും. ഇനി സ്റ്റെബിലിറ്റി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വെൻ കമ്പയർഡ് ടു RNA, DNA is more stable. RNA എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ DNA കൂടുതൽ സ്റ്റേബിൾ ആണ്. നമ്മൾ പഠിച്ചു DNA-ക്ക് എങ്ങനെയാണ് ഇത്രയും സ്റ്റെബിലിറ്റി കിട്ടുന്നത്?
ഒന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അടുത്തത് അതിനകത്ത് എന്ത് കാണുന്നുണ്ട്? നൈട്രജൻ ബേസസിന് ഇടയിലായിട്ട് ഹൈഡ്രജൻ ബോൺസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് യുറാസിലിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗർ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ റൈബോസ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് DNA മോളിക്യൂൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത്. 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് തന്നെ എഴുതണം. ഇനി ഫംഗ്ഷനുള്ള ഡിഫറൻസ് നോക്കാം. DNA ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് ഓർ സ്റ്റോർസ് ജനറ്റിക് ഇൻഫർമേഷൻ, അല്ലെ? നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മോളിക്യൂൾ ആണ് DNA എന്ന് പറയുന്നത്. RNA എന്താണ് ചെയ്യുന്നത്? ഈ DNAയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷനെ പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മോളിക്യൂൾ ആണ് RNA. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് DNA ആൻഡ് RNA തമ്മിലുള്ള എല്ലാ ഡിഫറൻസസും പഠിക്കാൻ പറ്റും. ഫംഗ്ഷനും എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. DNA എന്തുകൊണ്ടാണ് RNAയേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയി കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെല്ലാം പോയിന്റ്സ് ആണ് ഓർക്കേണ്ടത്? DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് റിപ്പയർ പോസിബിൾ ആണ്. നമുക്കറിയാം DNAയുടെ 2 സ്റ്റാൻഡ്സും കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിന്റെ നൈട്രജൻ ബേസ് സീക്വൻസ് അറിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റാൻഡിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അടുത്ത സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് അതിന്റെ റിപ്പയർ പോസിബിൾ ആണ്. പക്ഷെ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് റിപ്പയർ പോസിബിൾ അല്ല. അതുപോലെ സെക്കൻഡ് റീസൺ ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNAയിൽ കാണുന്നത്. RNAയിൽ കാണുന്ന റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. തേർഡ് റീസൺ എന്ന് പറയുന്നത് തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ യുറാസിൽ ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ RNA. ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് DNAയുടെ ഡബിൾ സ്റ്റാൻഡ്സിൽ കാണുന്ന അല്ലെങ്കിൽ നൈട്രജൻ ബേസിൽ ഇടയിൽ കാണുന്ന ഹൈഡ്രജൻ ബോൺസ് ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ സ്റ്റെബിലിറ്റി ടു ദ DNA മോളിക്യൂൾ. അപ്പൊ ഈ 4 റീസൺസ് ആണ് DNA കൂടുതൽ സ്റ്റേബിൾ ആവാനുള്ള കാരണം. ഇനി ഫൈനലി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് DNA ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഓൾ ദ ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ദി DNA മോളിക്യൂൾ. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലെ ഡെവലപ്മെന്റ്, ഫംഗ്ഷനിങ്, റീപ്രൊഡക്ഷൻ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് DNAയിലാണ്. ദാറ്റ്സ് വൈ DNA ക്യാൻ ബി കോൾഡ് ആസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു പാർട്ടിൽ നിന്ന് DNA RNA ഈ പാർട്ടിൽ നിന്ന് നമുക്ക് ഡയഗ്രംസ് വരാം. ഡയഗ്രംസ് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഡയഗ്രംസും നിങ്ങൾ നോക്കി വെക്കുക. ഏത് ചോദിക്കുമെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ ഒന്നും തന്നെ പറ്റില്ല. എല്ലാ ഡയഗ്രംസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അതിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ ചോദിക്കാം. ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസസ് ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാം. ഷുഗറിന്റെ ഏത് കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. പിക്ചർ നോക്കി അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ബേസസ് ഏതൊക്കെയാണ്? ഒരു സ്റ്റാൻഡിൽ അഡനിൻ തന്നു കഴിഞ്ഞാൽ അതേ പ്ലേസിൽ ഓപ്പോസിറ്റ് റീജിയനിൽ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ഏത് നൈട്രജൻ ബേസ് വരും? തൈമിൻ വരണം. ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ. ഈ 2 കാര്യങ്ങൾ കോംപ്ലിമെന്ററി ബേസസ് അറിഞ്ഞിരിക്കണം. ചിലപ്പോ ഒരു DNA സ്റ്റാൻഡിന്റെ ഒരു ചെറിയൊരു ഫ്രാഗ്മെന്റ് കാണിച്ചിട്ട് അതിലെ ഒരു സ്റ്റാൻഡിലുള്ള നൈട്രജൻ ബേസ് തന്ന് അപ്പുറത്തുള്ളത് ബ്ലാങ്ക് ആയിട്ട് വിടും. അങ്ങനെ അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാ ഡയഗ്രംസും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വെക്കുക. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നൈട്രജൻ ബേസസ് കാണാം. ഓരോ നൈട്രജൻ ബേസിന്റെയും ആ ഒരു സർഫസ് ഒന്ന് നോക്കിക്കേ. ഈ സർഫസിന്റെ ഷേപ്പ് കണ്ടോ? അഡനിന്റെ ഷേപ്പിന് എക്സാക്ട് മാച്ചിങ് ആയിട്ടുള്ളതല്ലേ തൈമിന്റെ സർഫസ് എന്ന് പറയുന്നത്? അതായത് അഡനിനും തൈമിനും അടുത്ത് വരുമ്പോൾ രണ്ടും തമ്മിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കാൻ തരത്തിലുള്ളതാണ് അതിന്റെ ഷേപ്പ്. ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ അതേപോലെ തന്നെ അതിന്റെ ഷേപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് അഡനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടും പെയറിംഗ് നടത്തുന്നത്. അപ്പൊ ഇത്രയാണ് DNA ആൻഡ് RNA എന്ന് പറയുന്ന 2 ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ തന്നെ എഴുതി വെച്ച് പഠിക്കാം. അല്ലാത്തവർക്ക് ഓരോ ക്വസ്റ്റ്യനും വരുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് എഴുതി വെക്കാം. കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഓരോ ഡയഗ്രംസും വളരെ കെയർഫുൾ ആയിട്ട് നോക്കി വെക്കുക. അതിലെ ലേബൽസ് അടയാളപ്പെടുത്താനുള്ളത് അങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ഒറ്റ മാർക്ക് പോലും നഷ്ടപ്പെടില്ല. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട്
അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്